ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ DPR റദ്ദാക്കുന്നതിനും ഇവർക്ക് നൽകിയ തുക തിരിച്ചുപിടിക്കുന്നതിന് നോട്ടീസ് അയക്കുവാനും നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ലേ ഇൻഡസ് ഹെൽത്ത് കെയർ കേരള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തയ്യാറാക്കിയ DPR റദ്ദു ചെയ്യുവാനും ഇവർക്ക് നൽകിയ 15,57,480 രൂപ തിരിച്ചുപിടിക്കുന്നതിനുമാണ് നോട്ടീസ് നൽകുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. അവർ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് എളുപ്പത്തിൽ നടത്താമായിരുന്നു എന്ന് പറയുന്ന സാധനം 15/2 അവരെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പൊ ഇത്രയും കാലം ഏതാണ്ട് 5 മാസത്തോളം 15-ാം തീയതിക്ക് 5 മാസമായി. അതുവരേക്ക് അവർക്ക് ഒരു കാര്യം പോലും മുന്നോട്ട് വെക്കാനായി സാധിച്ചില്ല എന്നുള്ളതിന്റെ ഇവിടെ AXയുടെ റിപ്പോർട്ട് തന്നെയാണ് ഉത്തമമായ ഉദാഹരണം. AX പറഞ്ഞ് ഇവർക്കത് മുന്നോട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ, കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ അതൊന്നും സാധിക്കാത്തതാണ്. അപ്പൊ ഞാൻ ഈ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എഴുതി വെച്ചത്, മെർസേഴ്സ് ലീ ഇൻഡസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നഗരസഭയുമായി ഉണ്ടാക്കിയ വ്യവസ്ഥ ലംഘിച്ചതായി കൗൺസിലിന് ബോധ്യപ്പെട്ടതിനാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും അവരുമായുള്ള എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാനും അവർക്ക് നൽകിയ തുക 15,57,480 രൂപ തിരിച്ചടയ്ക്കുന്നതിന് നോട്ടീസ് നൽകാനും തീരുമാനിക്കുന്നു. കമ്പനി സമർപ്പിച്ച DPR തന്റേതാണെന്നും സാമ്യതകളുണ്ടെന്നും കഴിഞ്ഞ ഭരണസമിതിക്ക് മുൻപുണ്ടായിരുന്ന UDF ഭരണസമിതിയുടെ കാലയളവിൽ DPR തയ്യാറാക്കിയ സിയാദ് സലീം ആരോപിച്ചിരുന്നു. ഇക്കാര്യം പരിശോധിക്കുന്നതിനായി സബ് കമ്മിറ്റി രൂപീകരിച്ച് നഗരസഭാ എഞ്ചിനീയറെ ഏൽപ്പിച്ചിരുന്നു. ആരോപണം ശരിയാണെന്നും 16 സാമ്യതകൾ കണ്ടെത്തിയതായും എഞ്ചിനീയർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ജില്ലാ ടൗൺ പ്ലാനർക്ക് നൽകിയ രേഖകളിലും 21 അപാകതകൾ കണ്ടെത്തിയിരുന്നു. ഇതും കമ്പനി അധികൃതരുമായി നിലവിലെ ഭരണസമിതി ചർച്ച നടത്തിയിരുന്നു. ഇത് പരിഹരിക്കുവാൻ 5 മാസം കഴിഞ്ഞിട്ടും കമ്പനിക്കായിട്ടില്ല. ഇക്കാര്യങ്ങൾ വീണ്ടും കമ്പനി അധികൃതരുമായി സംസാരിക്കുവാൻ നേരത്തെ കൌൺസിൽ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ ഇക്കാര്യത്തിലെ റിപ്പോർട്ട് ഇന്ന് ചേർന്ന കൌൺസിലിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് DPR റദ്ദാക്കുവാൻ കൌൺസിൽ തീരുമാനം എടുത്തത്. അതേസമയം DPRുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരത്തെ വിയോജനക്കുറിപ്പ് നൽകിയതാണെന്നും ഇന്നത്തെ കൌൺസിലിൽ അക്കാരണം കൊണ്ട് പങ്കെടുക്കുന്നില്ലെന്നും കാണിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയതായി CPI കൌൺസിലർ PM ബഷീർ പറഞ്ഞു. SS Gold, pure gold. SS Group, Nilambur.